ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ. പ്രമുഖ കമ്പനികളുടെ മിക്സി, ഗ്യാസ് സ്റ്റൗ, പ്രഷർ കുക്കർ, സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, BLDC ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. SK ട്രേഡിംഗ് ഹോം അപ്ലയൻസസ്, ഫയർ സ്റ്റേഷന് സമീപം, കുന്നംകുളം റോഡ്, ഓട്ടുപാറ. കോൺടാക്ട് 9744112205. ആവിഷ്കാരങ്ങൾ ചരിത്രത്തിന് വേണ്ടിയാണെന്ന് സാഹിത്യകാരനും സിനിമാ പ്രവർത്തകനുമായ വിനോദ് കൃഷ്ണ പറഞ്ഞു. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാലയുടെ ഗ്രന്ഥവും ഗ്രന്ഥകാരനും എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സതിയുടെ മില്ലേനിയം സുന്ദരൻ എന്ന പുസ്തകം പരിചയപ്പെടുത്തി നിരൂപകൻ ടി വർഗീസ് വായനാനുഭവം പങ്കുവച്ചു. ജനുവരി 30 1948 കാലം ഇന്ത്യയിലെ ഏറ്റവും രാഷ്ട്രീയ ജാഗ്രത ലോകം കണ്ട ഒരു സമയം കൂടിയായിരുന്നു എന്ന് പറയുന്നത്. കാരണം ഒരു ഒറ്റ ഉദാഹരണം നമുക്ക് പരിശോധിച്ചാൽ മതി. അന്നത്തെ രാഷ്ട്രീയ ജാഗ്രതയുള്ള ആളുകളാണ് ഇന്ന് ഗാന്ധി വെടിയേറ്റ് മരിച്ചതാണ് എന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്താനുള്ള കാരണക്കാരായിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനുവരി 30 5-17 ഗാന്ധി വെടിയേറ്റ് വീണ ബിർള ഹൗസിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും സമീപ ഗ്രാമങ്ങളിൽ നിന്നും ഈ വാർത്ത അറിഞ്ഞ് ബിർള ഹൗസിലേക്ക് വന്നുപോയി. ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷത വഹിച്ചു. മനു രവീന്ദ്രൻ, MK ഉസ്മാൻ, അഡ്വക്കേറ്റ് രാജേഷ് മുട്ടത്ത്, ലിസി കോര, പ്രദീപ് വട്ടേക്കാട്ട്, സി ഗോപാലകൃഷ്ണൻ, ലിയോൺ ജോസ്, കൃഷ്ണദാസ് എറണാകുളം എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നാടകോത്സവത്തിൽ ഒന്നാം സമ്മാനാർഹമായത് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പേപ്പർ കേസുകൾ എന്ന വിനോദ് കൃഷ്ണയുടെ കഥയുടെ നാടകരൂപത്തിനാണ്. വിനോദ് കൃഷ്ണയ്ക്ക് ലൈബ്രറിയുടെ ആദരം PK സുബ്രഹ്മണ്യനും KO വിൻസെന്റും ചേർന്ന് കൈമാറി. PCV ന്യൂസ്, വടക്കാഞ്ചേരി.